ഓക്കെ, ഡാറ്റീവിൽ വരുന്ന പേഴ്സണൽ പ്രൊണോമൻസ് ആണ് നമുക്ക് ഇപ്പൊ നോക്കുന്നത്. അപ്പൊ ഡാറ്റീവിലേക്ക് വരുമ്പോൾ ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റുകളാണല്ലേ. അപ്പം ഈ ഡാറ്റയിൽ വരുന്ന പേഴ്സണൽ പ്രൊണോമൻസ് എല്ലാം എന്താണ്? ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റുകളാണ് എന്നുള്ളൊരു ബേസിക് ഐഡിയ എല്ലാവർക്കും വേണം. അപ്പം ഇഷ് എന്നുള്ളത് അക്വസേറ്റ് വരുമ്പം മിഷ് ആകുന്നു, ഡാറ്റയിൽ വരുമ്പോൾ എന്താകുന്നു? മിയർ ആകുന്നു. അപ്പൊ അർത്ഥം എന്തായി? എനിക്ക് അല്ലെങ്കിൽ എന്നോട്. മിയറിന്റെ അർത്ഥമാണ് എനിക്ക് അല്ലെങ്കിൽ എന്നോട്. ദു എന്നുള്ളത് അക്വസേറ്റ് വരുമ്പോൾ ദിശ ആകുന്നു, ഡാറ്റയിൽ വരുമ്പോൾ എന്താകുന്നു? ദിയർ ആകുന്നു, നിനക്ക് അല്ലെങ്കിൽ നിന്നോട് എന്നുള്ള അർത്ഥമാകുന്നു. എറ എന്നുള്ളത് അക്വസേറ്റീവിലേക്ക് വരുമ്പം ഈനാകുന്നു, ഡാറ്റയിലേക്ക് വരുമ്പോൾ അത് ഈമാകുന്നു. ഈമിന്റെ അർത്ഥം എന്താണ്? അവന് അല്ലെങ്കിൽ അവനോട് എന്നുള്ള അർത്ഥമാകുന്നു. പിന്നെ അതേപോലെ തന്നെ സി എന്നുള്ള ചേഞ്ചസ് ഇല്ല അക്വസേറ്റീവ് വരുമ്പോഴല്ലേ. ഡാറ്റയിലേക്ക് വരുമ്പോൾ അത് ഇയർ എന്ന് ചേഞ്ച് ആകുന്നു, ഇയർ. അപ്പൊ അതിന്റെ അർത്ഥം അവൾക്ക് അല്ലെങ്കിൽ അവളോട്. പിന്നെ വിയർ ആണ്. വിയർ എന്ന് വെച്ച് കഴിഞ്ഞാല് അക്വസേറ്റീവ് വരുമ്പം ഉൻസ് ആകുന്നു, ഡാറ്റയിൽ വരുമ്പം ഉൻസ് തന്നെയാണ്. അർത്ഥം എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് അല്ലെങ്കിൽ ഞങ്ങളോട്. ഇയർ എന്നുള്ളത് അക്വസേറ്റീവ് വരുമ്പോൾ ഒയിഷാകുന്നു, ഡാറ്റയിൽ വരുമ്പോൾ എന്താണ്? ഒയിഷ് തന്നെയാണ്. അർത്ഥം നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളോടെന്നുള്ളതാണ്. പിന്നെ സി അതിൽ ഫോർമൽ സി എന്താണ്? അക്വസേറ്റീവ് വരുമ്പോൾ സി തന്നെയാണ്. ഡാറ്റയിലേക്ക് വരുമ്പോഴും ഈനൻ എന്നാകുന്നു, ഈനൻ. ഐ ക്യാപിറ്റലൈസ് ചെയ്യണം ഈനന് നമ്മൾ എഴുതുമ്പോൾ, ഈനൻ. അർത്ഥം എന്ന് പറയുമ്പോൾ താങ്കൾക്ക് അല്ലെങ്കിൽ താങ്കളോട്. ഇനി ഒരു സിയും കൂടെ ഉണ്ടായി, അവർ എന്നുള്ള അർത്ഥമുള്ളത്. അവർ എന്നുള്ള അർത്ഥമുള്ള സി അക്വസേറ്റീവ് വരുമ്പോഴും സി തന്നെയാണ്. ഡാറ്റീവിലേക്ക് വരുമ്പോൾ എന്താ? ഈനൻ എന്നാവുന്നു. പക്ഷെ ഐ ക്യാപിറ്റലൈസ് ചെയ്യണ്ട, ക്യാപിറ്റൽ ലെറ്റർ കൊടുക്കേണ്ട ആവശ്യം ഇല്ല അവിടെ. അർത്ഥം എന്താണ്? ആ ഈനിന്റെ അർത്ഥം അവർക്ക് അല്ലെങ്കിൽ അവരോടെന്നുള്ളതാണ്. സോ നമ്മൾ 3 കേസസിലെയും പേഴ്സണൽ പ്രൊണോമന്റെ മലയാള അർത്ഥം നോക്കിയിട്ടുണ്ട് അല്ലേ. അപ്പം നിങ്ങൾ സെന്റൻസ് എഴുതുമ്പോൾ മലയാളത്തിൽ നിന്ന് ചിന്തിച്ചെടുത്ത് എഴുതുകയാണെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പമായിട്ട് നിങ്ങൾക്ക് സെന്റൻസ് മേക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം അതേപോലെ തന്നെ ഇനി കൺഫ്യൂഷൻസ് ഒന്നും ഉണ്ടാവാതിരിക്കാൻ മലയാള അർത്ഥം തന്നെ പഠിച്ച് വെക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. ലേൺ ജർമ്മൻ വിത്ത് ഡോക്ടർ ജർമ്മൻ.